വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. അപകടം നടക്കുന്നതിന് മുൻപ് ജൂലൈ 23-ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയെ അറിയിച്ചത്. ഒരാഴ്ച മുൻപ് NDRF സംഘത്തെ അറിയിച്ചിരുന്നുവെന്നും അമിത് ഷാ വ്യക്തമാക്കി. എന്നാൽ അമിത് ഷാ 23-ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിൽ നൽകിയത് ഓറഞ്ച് അലർട്ട് ആയിരുന്നുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് എന്നാൽ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 24 മണിക്കൂറിനിടയിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള മഴയാണ് ഓറഞ്ച് അലർട്ടിന്റെ പരിധിയിൽ വരിക. തീവ്ര അതിതീവ്ര മഴയാണ് റെഡ് അലർട്ട്. പ്രളയ സമാനമായ സാഹചര്യങ്ങൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുമെന്നതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. എന്നാൽ 23 മുതൽ 29 വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് നൽകിയത് ഓറഞ്ച് അലർട്ട് മാത്രമാണ്. ദുരന്തമുണ്ടായ ദിനത്തിലും കേന്ദ്രം നൽകിയത് ഓറഞ്ച് അലർട്ട് ആയിരുന്നു. 29 മുതൽ ഓഗസ്റ്റ് 2 വരെയും മുൻകൂറായി ഓറഞ്ച് അലർട്ട് ആയിരുന്നു നൽകിയത്. എന്നാൽ ദുരന്തമുണ്ടായ അന്ന് രാവിലെ 6 മണിക്ക് വന്ന ബുള്ളറ്റിനിൽ മാത്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ 2 മണിക്കാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതല്ലാതെ വയനാടിനായി പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന് സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. അതേസമയം ഓറഞ്ച് അലർട്ടാണെങ്കിലും മുമ്പ് ഉരുൾപൊട്ടലോ പ്രളയമോ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശിക്കപ്പെടാറുള്ളത്. സാധാരണഗതിയിൽ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഇക്കാര്യങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകാറുള്ളത്. ദുരന്തമുണ്ടായതിന് 2 ദിവസം മുമ്പ് മുതൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു.